എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ്, ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതൃത്വ ഗുണങ്ങളെ പറ്റിയുള്ള ആ വിഷയത്തിനെ കുറിച്ചുള്ള 4ാമത്തെ അധ്യായമാണെന്ന്. ഇന്നത്തെ അധ്യായം ഫ്രണ്ട്ഷിപ്പ് ഈക്വൽ ടു റിസ്ക് മാനേജ്മെന്റ്. സൗഹൃദം റിസ്ക് മാനേജ്മെന്റിന് തുല്യം. എന്താണത്? എന്തുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് റിസ്ക് മാനേജ്മെന്റ് ആകുന്നത്? എങ്ങനെയാണ് അതിന് നമ്മൾ എടുക്കേണ്ട നടപടികൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സെഷനാണ്. അപ്പൊ നമുക്ക് സെഷൻ തുടങ്ങാം. എല്ലാവർക്കും സ്വാഗതം. നല്ല സൗഹൃദങ്ങൾ എങ്ങനെയാണ് റിസ്ക് മാനേജ്മെന്റിന് സഹായകരമാകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മളെ കൂടെ പഠിച്ചവരുണ്ടാവാറുണ്ട്, ഒരേ നാട്ടിലുള്ളവരുണ്ടാവാറുണ്ട്, ഒരുമിച്ച് കളിച്ച് വളർന്നവരുണ്ടാവാറുണ്ട്, അയൽവാസികൾ ഉണ്ടാവാറുണ്ട്. എല്ലാ രീതിയിലും പല മേഖലയിലുമുള്ള പല തരത്തിലുള്ള ചുറ്റുപാടിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് എല്ലാവർക്കും സൗഹൃദം ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ പ്രൊജക്റ്റിലോ ആ ദൗത്യത്തിലോ നമ്മൾ സൗഹൃദം, അവിടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് നമ്മളെ ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കി കാണാൻ പോകുന്നത്. അപ്പം ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ്, ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഏത് നേതാവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് താൻ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താൻ ഉൾപ്പെട്ടിട്ടുള്ള ദൗത്യത്തിൽ സൗഹൃദങ്ങൾ, നല്ല സൗഹൃദങ്ങൾ, സത്യസന്ധമായ നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രശ്ന സമയത്ത് നിങ്ങളെ രക്ഷിക്കുന്നത് പദവികളല്ല, സൗഹൃദമാണ്. വളരെ അർത്ഥവത്തായ കാര്യമാണ്. നമുക്കറിയാം, നിങ്ങൾ ഏറ്റവും ആ സ്ഥാപനത്തിലെ ഏറ്റവും ഉന്നത അധികാരിയായിരിക്കും, അല്ലെ ഉന്നത നിലയിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു നേതാവോ ഒരു ലീഡറോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ പദവി ഒരു പക്ഷെ നിങ്ങൾക്ക് രക്ഷകനായി നിലകൊള്ളണം എന്നില്ല. അവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധമായി വരുന്നവരാരായിരിക്കും? തീർച്ചയായിട്ടും നിങ്ങളോട് സൗഹൃദമുള്ള, ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും വലിയൊരു പദവിയിലായത് കൊണ്ട് നിങ്ങൾക്ക് വിജയം പൂർത്തീകരിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കണം എന്നില്ല. അവിടെ നിങ്ങൾക്ക് സഹായമായി എത്തുന്നത് സൗഹൃദങ്ങളാണ്. അപ്പൊ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ശക്തമായ സ്വാധീനം ചെലുത്താനുള്ള നേതൃത്വത്തിലെ ഒരു ശേഷി തന്നെയാണ്. അപ്പൊ നമ്മൾ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് എല്ലാവർക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ സൗഹൃദം സാധാരണയായിട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. എന്നാൽ പ്രൊഫഷണൽ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സൗഹൃദത്തിന് വലിയ ഒരു സുരക്ഷാ വലയം തീർക്കാൻ സാധിക്കാറുണ്ട്. പ്രശ്ന സമയങ്ങളിൽ പദവികളോ അല്ലെങ്കിൽ നിയമങ്ങളോ ഒന്നും നമ്മളെ ഒരു പക്ഷെ പിന്തുണച്ചില്ല എന്ന് വരും. എന്നാൽ പിന്തുണയ്ക്കുന്നത് ശക്തമായ, ആഴത്തിലുള്ള, സത്യസന്ധമായ സൗഹൃദങ്ങളാണ്. അപ്പൊ നമ്മൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത്, നമ്മളെ സൗഹൃദങ്ങൾ നിഷ്കളങ്കവും സത്യസന്ധതയുള്ളതും ആഴത്തിലുള്ളതും ആയിരിക്കണം. അപ്പം സൗഹൃദങ്ങൾ അപകടങ്ങൾ കുറയ്ക്കുകയും ശരിയായ തീരുമാനം എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അപ്പൊ നമുക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുകയും ആ സുഹൃത്ത് വലയത്തിലൂടെ നമുക്ക് വന്നു ചേരാവുന്ന, നമ്മൾ ഇടപെട്ടിട്ടുള്ള പ്രോജക്റ്റിലെ ദൗത്യത്തിൽ ഉണ്ടാകുന്ന റിസ്കുകൾ മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തരണം ചെയ്യാൻ നമുക്ക് ഈ സൗഹൃദങ്ങൾ ഉപകരിക്കും. അപ്പൊ എത്ര കഴിവുള്ള നേതാവായാലും സഹായിക്കാൻ ആളുകൾ നിർബന്ധമായും വേണം. കാരണം എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ, നമ്മളെ നേർവഴിക്ക് നടത്താൻ, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ തിരുത്താൻ നമുക്ക് സത്യസന്ധരായിട്ടുള്ള സുഹൃത്തുക്കൾ വേണം.
പദവികൾ പലതും മാറിയായിരിക്കും, ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറും, പക്ഷെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ വളരെ വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പം ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷിച്ചെടുക്കാൻ ആ സൗഹൃദത്തിന് കഴിയും. ചില ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷത്തിനോ ഒരാൾക്ക് ചിലപ്പം നിങ്ങളെ റിസ്ക് പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ഒരു നടപടി എടുക്കാൻ പോവുകയാണ്, ആ നടപടി സത്യത്തിൽ അപകടം ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിലും നിങ്ങളുടെ സത്യസന്ധനായ സുഹൃത്തിന് പെട്ടെന്ന് ഇത് തിരിച്ചറിയാൻ കഴിയുകയും അത് എടുക്കുന്നതിന് ഒരു നിമിഷം മുമ്പ് നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു ഉപദേശം തരികയും അത് തെറ്റാതെ നിങ്ങൾക്ക് അപകടം ചെയ്യുമെന്നുള്ള ഒരു നിമിഷത്തെ ഒരു ചെറിയ ഇടപെടൽ സൗഹൃദത്തിലൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ വളരെ ഒരു വലിയ അപകടത്തിൽ നിന്ന് സൗഹൃദത്തിന് രക്ഷിക്കാൻ കഴിയും. അപ്പം റിസ്ക് മാനേജ്മെന്റ് വ്യക്തി എന്ന നിലയിൽ തുടങ്ങുന്നത് ശക്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള സൗഹൃദങ്ങളിൽ നിന്നാണ്. മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുക എന്നുള്ളത് സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. സൗഹൃദങ്ങൾ ഇല്ലാത്ത ഒരു അവസരത്തിൽ നമുക്ക് സഹായം സ്വീകരിക്കാനോ സഹായത്തിന് വേണ്ടി സമീപിക്കാനോ ആൾക്കാർ ഇല്ലാതാവുകയും അത് നമുക്ക് ഈഗോ ക്ലാഷ് കൊണ്ട് നമ്മളെ അഹങ്കാരം കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ പോവുകയും അത് നമുക്ക് വലിയൊരു റിസ്ക്, വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പം സൗഹൃദം വളരെ അനിവാര്യമാണ്. നമ്മളെ റിസ്ക്, നമ്മൾ അപകടങ്ങൾ, നമ്മൾ തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുള്ള അവസരത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. അത് നമുക്ക് ഉപകാരമേ ചെയ്യൂ. അത് നമ്മളെ ഒരുപാട് രക്ഷിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് ആക്ച്വലി റിസ്ക്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് റിസ്ക് എന്ന് പറയുന്നത് ഒരു തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അപകടം ചെയ്യാനോ ഒരു പരാജയം സംഭവിക്കാനോ സാധ്യതയുള്ള ഒരു സംഭവമാണ് റിസ്ക് എന്ന് പറയുന്നത്. എന്താണ് റിസ്ക് മാനേജ്മെന്റ്? റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളത് തിരിച്ചറിഞ്ഞ് അവ സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമെങ്കിൽ ആ നടപടി എടുക്കുക. അല്ലെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ ആ സംഭവിക്കുന്നതോടുകൂടി ഉണ്ടാകാവുന്ന നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നടപടികൾ സ്വീകരിക്കുക. അതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് റിസ്ക് ഉണ്ടാവും, ആ റിസ്ക് ഒഴിവാക്കാൻ കഴിയാത്ത റിസ്ക് ആയിരിക്കും. ആ റിസ്ക് ഒഴിവാക്കാൻ കഴിയാതാവുമ്പോൾ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിസ്ക് മാനേജ്മെന്റ് എന്തിനു തുല്യമാണ്? മുൻകരുതലുകൾ പ്ലസ് സുരക്ഷാ നടപടികൾ. അപ്പൊ ആ മുൻകരുതലും സുരക്ഷാ നടപടിയുടെയും ഭാഗമായിട്ടാണ് നമ്മൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഡോക്ടർ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്ന അവസരത്തിൽ വളരെ പ്രഗത്ഭനായ അഗ്രഗണ്യനായ ഡോക്ടർ ആണെങ്കിൽ പോലും അവർ അതേ നോളജുള്ള അദ്ദേഹത്തോളം പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് അറിയാവുന്ന സുഹൃത്തായ മറ്റൊരു ഡോക്ടറോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ രോഗിയുടെ അവസ്ഥയും ഈ ഓപ്പറേഷന്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്കും കൂടി എടുത്തിട്ട് ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും അവർ പേഴ്സണലായിട്ട് മറ്റുള്ള ഡോക്ടർമാരുമായിട്ട് നടത്താറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കാരണം ആ സർജറിയിൽ, ആ ഒരു ശസ്ത്രക്രിയയിൽ ഈ ഡോക്ടർ കാണാത്ത പലതരത്തിലുള്ള റിസ്ക്കും മറ്റുള്ളവർക്ക് കാണാൻ കഴിയുകയും അവർക്ക് വാണിംഗ് കൊടുക്കാനും അതിനെടുക്കേണ്ട പ്രിക്കോഷൻസും അതിന്റെ മുൻകരുതലുകളും സുരക്ഷാ നടപടികൾ എടുക്കാനും കഴിയും. അപ്പൊ അതാണ് എക്സ്പേർട്സിനോട് ഡിസ്കസ് ചെയ്തിട്ട് അത് നടക്കുന്നത് എപ്പോഴാണ്, അങ്ങനെ സാധിക്കുന്നത് എപ്പോഴാണ്? ഈ ഡോക്ടർക്ക് തത്തുല്യമായ ശേഷിയുള്ള ഡോക്ടർ സുഹൃത്തുക്കൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ്.
അങ്ങനെ ആവുമ്പോൾ എന്തുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ ശസ്ത്രക്രിയ വളരെയധികം റിസ്ക് കുറച്ചിട്ട് ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾക്ക് ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും കൂടി സ്വീകരിച്ചിട്ട് വളരെ വിജയകരമായ ഓപ്പറേഷൻ തീർക്കാൻ കഴിയും. അപ്പൊ അതാണ് റിസ്ക് മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് നമ്മൾ റിസോഴ്സ്ഫുള്ളും ഇൻഷുറൻസും ഒക്കെ എടുത്ത് റിസ്ക് മാനേജ് ചെയ്യുന്ന പോലെ തന്നെ സൗഹൃദങ്ങളും റിസ്ക് മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. റിസ്ക് മാനേജ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, എന്തെങ്കിലും അപകടങ്ങളുണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി മറ്റുള്ളവർ കാണുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് പ്രധാനമായിട്ടും പ്ലാൻ ചെയ്യുന്നത്. അപ്പം റിസ്ക് ശരിയായ രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്? നമുക്ക് നഷ്ടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കാതെ ആത്മവിശ്വാസം പോവാൻ സാധ്യതയുണ്ട്. വിജയങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഫലമില്ലാതാവുകയോ നമ്മൾ ചെയ്യുന്ന ദൗത്യം പരാജയപ്പെടാനോ സാധ്യതയുണ്ട്. അപ്പം റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിയും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിജയകരമാവും. നമുക്ക് പ്രതിസന്ധി ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ സാധിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള മൊത്തം ടീമിന് വിജയം സമ്മാനിക്കാൻ നമുക്ക് കഴിയും, ഉറപ്പാക്കാൻ കഴിയും. അപ്പൊ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അപകടം മുൻകൂട്ടി കാണാനും അതിനെ നിയന്ത്രിക്കാനുമുള്ള നടപടിയാണ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് റിസ്ക് മാനേജ്മെന്റിന്റെ ആവശ്യമായ അതാണ് അതിന്റെ സുപ്രധാനമായ കാരണം എന്ന് പറയുന്നത്, റിസ്ക് മാനേജ്മെന്റിന്റെ സുപ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. വ്യക്തിപരമായ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയുടെ വിജയത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് സൗഹൃദങ്ങളും ആ സൗഹൃദങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന സഹായങ്ങളുമാണ്. അപ്പം നമുക്ക് ലഭിക്കുന്ന സുഹൃത്തുക്കളും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സഹായവും നമുക്ക് അവരിൽ നിന്ന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സഹായം എല്ലാമാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിജയം നേടാൻ നമുക്ക് ആദ്യം വേണ്ടത് എല്ലാ കഴിവുകളും ശേഷികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ചും കൂടിയും ശോഭിക്കുന്നത് നമ്മൾ ശക്തമായ ബന്ധമുണ്ടാവുമ്പോഴും നമ്മൾ പരസ്പരം സഹായിക്കുമ്പോഴും പിന്തുണ നൽകുമ്പോഴാണ് അത് പൂർണ്ണമായ ബന്ധം ശക്തമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ബന്ധമായി മാറുകയും അത് നമ്മുടെ റിസ്ക് നമ്മൾ അപകടത്തിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലോ ആയി പോകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്കും സഹായം കിട്ടുകയും നമുക്ക് സഹായിക്കാൻ കഴിയുകയും ചെയ്യും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലും ജോലിയിലും മുന്നേറാനും വിജയങ്ങൾ നേടാനും നമ്മളെ പ്രാപ്തമാക്കുകയും ചെയ്യും. അപ്പൊ സൗഹൃദങ്ങൾ എന്താന്ന് പറയാ, സൗഹൃദങ്ങളിലൂടെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായവുമാണ് മൊത്തത്തിലുള്ള നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. അത് പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ എത്ര കഴിവുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിനും എപ്പോഴും ഒരു സഹായം വേണ്ടിവരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ശസ്ത്രക്രിയ അതിവിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർക്ക് പോലും ചില സമയത്ത് ശസ്ത്രക്രിയ തുടങ്ങുന്നതിന് മുമ്പ് മറ്റുള്ള അതേ ഡോക്ടർമാരോടും അവർ സംസാരിക്കാറുണ്ട്, സഹായം സ്വീകരിക്കാറുണ്ട്. അത് എത്ര തന്നെ വൈദഗ്ധ്യമുള്ള ആളാണെങ്കിലും സങ്കീർണതകൾ നിറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ എത്ര ടാലന്റഡ് ആണെങ്കിലും സഹായം സ്വീകരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ശക്തമായ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതൊരു ആഡംബരമല്ല. പ്രത്യേകിച്ച് അപകടമുള്ള സാഹചര്യത്തിൽ നമ്മൾ വളരെ സങ്കീർണമായ ദൗത്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ദൗത്യം സങ്കീർണത കൈകാര്യം ചെയ്ത്
പരിചയമുള്ള പല ആൾക്കാർ ഉന്നത പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും ഉന്നത മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് സൗഹൃദം പുലർത്തുന്നതും അവരുമായിട്ട് ഇടപഴകുന്നതും ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതും യഥാർത്ഥത്തിൽ അതൊരു ആഡംബരമല്ല, അതൊരു മുഖമല്ല, അതൊരു എന്താ പറയാ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. കാരണം നമുക്ക് എപ്പോഴാണ് ഏത് സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ എത്രത്തോളം ഉയർന്ന നിലവാരമാണെങ്കിലും എത്രത്തോളം താഴ്ന്ന കോംപ്ലിക്കേഷൻ കുറഞ്ഞ ഒരു പ്രോജക്റ്റിലാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കഴിയുന്ന അത്ര തന്നെ സൗഹൃദങ്ങൾ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്ക് ഒരാൾക്കും വിജയം സൃഷ്ടിക്കാൻ സാധിക്കില്ല. നമുക്ക് തീർച്ചയായിട്ടും സുഹൃത്തുക്കളും മറ്റുള്ളവരുടെ സഹായങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോയി പഠിക്കുന്നത് അദ്ദേഹം സ്വയം പഠിച്ച് വരിക എന്ന് പറയുന്നത് അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളുടെയും ടീച്ചർമാരുടെയും സ്കൂളുകളുടെയും സുഹൃത്തുക്കളുടെ ഒക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം വിജയിക്കുകയുള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് നമുക്ക് വിജയിക്കുക, ഒരാളുടെയും പിന്തുണ ഇല്ലാതെ നമുക്ക് വിജയം നേടാൻ സാധിക്കും എന്നുള്ളത് ശരിയായ ധാരണയല്ല. ആ ധാരണ മാറ്റിവെച്ച് നമ്മൾക്ക് മറ്റുള്ളവരുടെ പിന്തുണ വേണം, സഹായം വേണം. അതുകൊണ്ട് തന്നെ നമ്മളും സഹായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തിരിച്ചു നമുക്ക് സഹായം കിട്ടുകയും ചെയ്യും. നമ്മൾ ആരെല്ലാമായിട്ടാണ് സൗഹൃദം സ്ഥാപിക്കേണ്ടത്? യഥാർത്ഥത്തില് നമുക്ക് സൗഹൃദം ഉണ്ടാവേണ്ടത് എല്ലാ ഡയറക്ഷനിലുമാണ്. എല്ലാ ദിശയിലൂടെയും നമുക്ക് സൗഹൃദം വേണം. പിന്തുണ എല്ലാ ദിശയിലൂടെയും ആകണം. നമ്മൾ ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ സൗഹൃദം എന്ന് പറയുന്നത് അവർക്ക് മുകളിലുള്ള പ്രൊഫഷണലി അവർക്ക് മുകളിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും സൗഹൃദം ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ മാത്രമുള്ള ആൾക്കാരുമായിട്ടാണ് സൗഹൃദം ഉണ്ടാവുക. അത് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നേതൃത്വം, നിങ്ങൾ എപ്പോഴും സൗഹൃദം ഒരേ ദിശയിലുള്ളതാവരുത്, ഒരേ രീതിയിലുള്ളതാവരുത്. മേലധികാരികളോട് മാത്രമുള്ള ബന്ധം, അല്ലെങ്കിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒന്നോ രണ്ടോ ആൾക്കാരോട് മാത്രമുള്ള ബന്ധം എന്നുള്ളത് പാടില്ല. നമ്മൾ മേലധികാരികളോടുള്ള പോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരോടും നമ്മുടെ കീഴിൽ നിൽക്കുന്നവരോടും നമ്മുടെ ചുറ്റുപാടുള്ളവരോടും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരോടും മറ്റുള്ള കഴിവുള്ള ആൾക്കാരോടും, ഇനി നമ്മളെ സഹായിക്കാൻ നമ്മൾ ഒരു ചായ പോലും സപ്ലൈ ചെയ്യുന്ന ഒരാളോടും എല്ലാവരോടും നമ്മൾ സൗഹൃദം പുലർത്തണം. കാരണം അവരൊക്കെ എപ്പോഴാണ് നമുക്ക് ആവശ്യമായി വരിക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അത് മാത്രമേ ഏത് ഘട്ടത്തിലാണ് അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുക എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്തുണ ഒരേ ദിശയിൽ നിന്നുള്ള ആൾക്കാരുടെ മാത്രമാവരുത്, എല്ലാ ദിശയിലുള്ള ആൾക്കാരും നമുക്ക് വേണം. അപ്പോൾ മാത്രമേ നമ്മളെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ശക്തമായിട്ടുള്ള ഒരു നെറ്റ്, ഒരു വലയം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ഉയർന്ന സ്ഥാനങ്ങളിലുള്ള ആൾക്കാരുമായി മാത്രമല്ല നമ്മൾ ബന്ധമുണ്ടാക്കേണ്ടത്, സഹപ്രവർത്തകരോടും കീഴിലുള്ളവരോടും നമ്മൾ ബന്ധം പുലർത്തണം. ഓർഗനൈസേഷന് പുറത്തുള്ള ആൾക്കാരോട് നമ്മൾ ബന്ധം പുലർത്തുന്നത് വളരെ വളരെ നന്നായിരിക്കും. യഥാർത്ഥ നേതൃത്വം എന്ന് പറയുന്നത് പിന്തുണ നൽകുന്ന ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ കഴിവ് എന്ന് പറയുന്നത്, ഒരു നേതാവ് എന്നുള്ളതിൽ നിങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത് പല ഭാഗങ്ങളിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ മുന്നോട്ട് വന്ന് സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ മേഖലയിലും, വൈവിധ്യമായ മേഖലയിൽ ജോലി ചെയ്യുന്ന, വൈവിധ്യ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന, മുകളിലോ താഴെയോ സൈഡോ നോക്കാതെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല നേതാക്കൾ ഒരിക്കലും മുന്നോട്ട് പോകുന്നത് ഒറ്റയ്ക്കല്ല, പരസ്പരം സഹായിക്കുന്നതാണ്. അപ്പൊ നിങ്ങളും എന്ത് വേണം? നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളും അതുപോലെ തന്നെ ആവണം. നിങ്ങളുടെ കീഴിലുള്ള ആളോടും നിങ്ങൾ നന്നായിട്ട് സൗഹൃദം പുലർത്തണം. നിങ്ങളുടെ മുകളിലുള്ള ആളോട് നിങ്ങൾ പുലർത്തുന്ന സഹായം പോലെ തന്നെ നിങ്ങളുടെ കീഴിലുള്ള ആളോടും നിങ്ങൾ ആ രീതിയിൽ തന്നെ സൗഹൃദത്തോടു കൂടി പെരുമാറണം. അവരെ സഹായിക്കാനും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ കൂടെ നിൽക്കാനുള്ള ശേഷിയും സന്മനസ്സും നിങ്ങൾ
കാണിക്കണം. എത്ര കഴിവുള്ള ആളാണെങ്കിലും തീർച്ചയായിട്ടും ചില അവസരങ്ങളിൽ നമ്മൾ സഹായം ലഭിച്ചേ പറ്റുള്ളൂ. അതിനുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ എന്നുള്ളതിൽ അതിവിദഗ്ധനായിട്ടുള്ള ഡോക്ടറാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ സഹായം വരാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്തുണ എല്ലാ ദിശകളിൽ നിന്നും ഉണ്ടാകണം. സപ്പോർട്ട് ഷുഡ് ബി മൾട്ടി ഡയറക്ഷണൽ എന്നുള്ളതാണ്. നമ്മൾ സൗഹൃദം തുടങ്ങേണ്ടത് എപ്പോഴാണ്? ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ല നമ്മൾ സൗഹൃദം ഉണ്ടാക്കി തുടങ്ങേണ്ടത്. നമ്മൾ സൗഹൃദം കാലങ്ങളായിട്ട് ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് ഉപകരിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് സൗഹൃദം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് വളരെ വളരെ വൈകിയിരിക്കും. അപ്പം ഇൻവെസ്റ്റ് ഇൻ റിലേഷൻഷിപ്പ് ഏർലി. ഇന്ന് പടുത്തുയർത്തുന്ന വിശ്വാസമാണ് സൗഹൃദമാണ് നാളത്തെ രക്ഷ എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ കാണണം. പ്രശ്നം വരും മുമ്പേ സൗഹൃദങ്ങൾ പടുത്തുയർത്തണം. സത്യസന്ധമായ ബന്ധങ്ങളാണ് കഠിനമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ബന്ധങ്ങൾക്ക് സമയമെടുക്കും, അത് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രശ്നങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾ ഏതൊരു ഓർഗനൈസേഷനിൽ ചെന്നാലും ഏത് പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയാലും ഉടനെ തന്നെ സൗഹൃദം സ്ഥാപിച്ചു തുടങ്ങുക. ഞാൻ നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ട പോലെ എല്ലാ ഡയറക്ഷനിലുള്ള സൗഹൃദങ്ങളും നമ്മൾ തുടങ്ങുക. അപ്പം ദീർഘകാലത്തെ ബന്ധമാവുമ്പോൾ കാലപ്പഴക്കം ചെല്ലുമ്പോൾ ആ സൗഹൃദത്തിന്റെ ആഴം കൂടുകയും ആരാണ് ശക്തമായി നമ്മളെ പിന്തുണയ്ക്കുന്നതെന്നും യഥാർത്ഥ സൗഹൃദം എന്താണെന്നും എന്നുള്ളത് മനസ്സിലാവാൻ കാലമെടുക്കും. അപ്പം നമ്മൾ ആ കാലക്രമേണ ഉണ്ടാകുന്ന സൗഹൃദം വളരെ വളരെ ക്യാരറ്റ് കൂടിയതാവും, മൂല്യം കൂടിയതുള്ളതാവുകയും ശരിയും തെറ്റും ഏത് സൗഹൃദത്തിനാണ് എന്നുള്ളത്, സത്യസന്ധമായ സൗഹൃദം എന്താണെന്ന്, കറകളഞ്ഞ സൗഹൃദം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കാലമെടുക്കും. അതുകൊണ്ട് തന്നെ സൗഹൃദം നമ്മൾ പടുത്തുയർത്തേണ്ട ഒരു സംഗതിയാണ്. പ്രശ്നങ്ങൾ വന്നാൽ മാത്രം ബന്ധങ്ങൾ തേടരുത്. നമുക്ക് പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് സൗഹൃദം പടുത്തുയർത്തണം. പിന്നെ ബന്ധങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് ബന്ധങ്ങൾ രൂപപ്പെടാൻ തീർച്ചയായിട്ടും സമയമെടുക്കും. നമ്മൾ വ്യക്തി ജീവിതത്തിൽ തന്നെ അറിയാം. നമ്മൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അതൊന്ന് വികസിച്ച് വളരെ സത്യസന്ധമായി ആശ്രയിക്കാവുന്ന സൗഹൃദമായി മാറണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അത് തന്നെയാണ് നമ്മളെ ജോലി സ്ഥലത്തും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും സൗഹൃദം നമ്മൾ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഇതുവരെ കണ്ടത് നമുക്ക് സൗഹൃദം ഉണ്ടാകേണ്ട ആവശ്യവും സൗഹൃദം കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടവും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന റിസ്ക് മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജുമാണ്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു ഗുണം, നമുക്ക് നല്ല സൗഹൃദം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയും നിലകൊള്ളുകയും സഹായം ചെയ്യുകയും ചെയ്യണം. മറ്റുള്ളവർക്ക് എപ്പോഴാ ആവശ്യം, ആ ആവശ്യം കണ്ടറിഞ്ഞ് മുന്നോട്ട് വരുന്നതാണ് ശക്തമായ ഒരു സുഹൃത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരുടെ കൂടെ ഉണ്ടാവുക, അവരെ സഹായിക്കുക. അതിലൂടെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ തമ്മിലുള്ള വിശ്വാസം വളരുകയും നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകയും സുശക്തമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുകയും അത് നിങ്ങൾക്കൊരു വളരെ വലിയ റിസ്ക് മാനേജ്മെന്റ് നെറ്റായി മാറുകയും ചെയ്യും. പരസ്പരം പിന്തുണ തിരിച്ചു നൽകുന്നത് കൊണ്ട് ടു വേ ആയി മാറും സഹായങ്ങൾ. മറ്റുള്ളവരെ തുടർച്ചയായിട്ട് നമ്മൾ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നം വരുമ്പം അവർ മടി കൂടാതെ വളരെ സത്യസന്ധമായിട്ട് നമ്മളെ സഹായിക്കും. നമ്മൾ ചെയ്യേണ്ടത് സഹായം എന്നുള്ളത് സ്വതന്ത്രമായി ഒഴുകി നടക്കേണ്ട ഒരു സംസ്കാരമായി മാറണം നമ്മുടെ ജീവിതത്തിൽ. കാരണം എന്താ, ഞാൻ നേരത്തെ നമ്മൾ സ്ലൈഡിൽ കണ്ട പോലെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നമ്മുടെ
മേലധികാരികൾക്ക് മാത്രം സഹായം ചെയ്യുന്ന അദ്ദേഹത്തിന് എപ്പോ സഹായം വേണമോ അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും എന്നാൽ നമ്മളെ കൂടെയുള്ളവരുടെയും നമുക്ക് താഴെയുള്ളവരുടെയും കൂടെ നിൽക്കാതിരിക്കുകയും സൗഹൃദം നിലനിർത്താതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഒഴുകുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു സഹായമല്ല, അതൊരു സ്ഥായിയായ സൗഹൃദം എന്നല്ല, അതൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രൊമോഷൻ കിട്ടാനോ സാലറി കൂടാനോ വേണ്ടിയിട്ടുള്ള ഒരു സൗഹൃദമായി അതൊരു യഥാർത്ഥത്തിൽ സൗഹൃദമായി കണക്കാക്കാൻ സാധിക്കില്ല. അപ്പം സൗഹൃദം എന്ന് പറയുന്നത് ഒഴുകി നടക്കുന്ന സ്വതന്ത്രമായി ഒഴുകുന്ന ഒരു പുഴ പോലെ ആയിരിക്കണം നമ്മളെ സൗഹൃദം എന്നുള്ളത്. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കറകളഞ്ഞ സൗഹൃദം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആവശ്യഘട്ടങ്ങളിൽ നമ്മൾ മുന്നിലുണ്ടാവുക, സഹായവുമായി നിലകൊള്ളുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൈ ഇമ്പാക്ട് ലീഡർഷിപ്പ്, ശക്തമായ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതാക്കൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ ശേഷികൾ എന്ന വിഷയത്തിലെ 4ാമത്തെ അധ്യായം സൗഹൃദം, റിസ്ക് മാനേജ്മെന്റ്, ഫ്രണ്ട്ഷിപ്പ് ഈസ് ഈക്വൽ ടു റിസ്ക് മാനേജ്മെന്റ് എന്ന അധ്യായത്തിന്റെ ഒരു രത്നച്ചുരുക്കം നമുക്കൊന്ന് കാണാം. സമ്മറി ആൻഡ് ടേക്ക് അവേ ഫോർ ലീഡേഴ്സ് എന്തൊക്കെയാണ്? ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ വളരെയധികം സഹായമായി തീരുന്നതാണ് നല്ല സൗഹൃദം എന്നുള്ളത്. അത് നമ്മളെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ, നമുക്കുണ്ടാകുന്ന തെറ്റുകളും അപകടങ്ങളും ഇല്ലാതാക്കാനോ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനോ സൗഹൃദം കൊണ്ട് നമുക്ക് സാധിക്കും. നമ്മള് സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഉണ്ടാവുന്നതുവരെ അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകുന്നത് വരെ കാത്തു നിൽക്കരുത്. നമ്മൾ സൗഹൃദം, നമ്മൾ ഏത് ദൗത്യത്തിൽ ഇടപെട്ടോ ഏത് കമ്പനിയിൽ ജോയിൻ ചെയ്തോ ആ സമയം മുതൽ നമ്മൾ സൗഹൃദം ഉണ്ടാക്കി തുടങ്ങുക. അപ്പം ഒരു പ്രശ്നം ഉണ്ടാകുന്നത് വരെ സൗഹൃദം ഇല്ലാതിരിക്കരുത്. പ്രശ്നം തുടങ്ങുമ്പോൾ ഉപകരിക്കേണ്ടതാവണം സൗഹൃദം. അപ്പം സൗഹൃദം നേരത്തെ തുടങ്ങണം. അത് നമ്മുടെ സ്വഭാവത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാവണം. പിന്നെ നിങ്ങളുടെ സൗഹൃദം വളരെയധികം ശക്തമായിരിക്കണം. മറ്റ് ഒരേ ഡയറക്ഷനിലുള്ളവരുമായിട്ടല്ല, നമ്മളെ മുകളിലുള്ളവരുമായിട്ട് ഉണ്ടാകുന്ന അതേപോലത്തെ സൗഹൃദം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടും നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരുമായിട്ടും നമ്മുടെ ചുറ്റുപാടുള്ളവരുമായിട്ടും നമ്മൾ സൗഹൃദം സൃഷ്ടിക്കാൻ ശ്രമിക്കണം. മറ്റേത് നമ്മൾ സൗഹൃദം സൃഷ്ടിക്കുന്ന പോലെ തന്നെ നമ്മളും നല്ലൊരു സുഹൃത്തായി മാറണം. മറ്റുള്ളവർക്കും നമ്മളൊരു നല്ല സുഹൃത്തായി മാറുകയും അവർക്ക് എപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നവരും അവരെ കൂടെ നിൽക്കുന്നവരും അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ആളുമായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അപ്പം നമ്മൾ മറ്റുള്ള സ്ഥിരമായി സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസ്യത കൂടും, നമ്മളെ സൗഹൃദത്തിന്റെ ആഴം കൂടുകയും കറകളഞ്ഞ സൗഹൃദമാവുകയും വളരെ ശക്തമായ സഹായങ്ങൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്, പ്രശ്നം വന്നപ്പോൾ സഹായിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. ഇതാണ് ഇന്നത്തെ 4ാമത്തെ അധ്യായത്തിന്റെ മൊത്തത്തിലുള്ള സമ്മറി. ഇനി അടുത്ത സെഷനിൽ കാണാം. എല്ലാവർക്കും നന്ദി.